ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും സ്റ്റഡി മാത്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എഞ്ചിനീയറിംഗ് മാത്സിൽ സംബന്ധിച്ചുള്ളതാണ്. അതിൻ്റെ എൻ്റെ ആദ്യത്തെ വീഡിയോ ഓർത്തോഗണൽ മെട്രിക്സിനെ കുറിച്ചുള്ള പാഠഭാഗമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പുതിയ വീഡിയോകൾ നിങ്ങൾ വരെ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിൽ എത്തിക്കാനും താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് എഞ്ചിനീയറിംഗ് മാത്സിൻ്റെ ആദ്യത്തെ ലെസനായ ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ പാഠഭാഗം ആരംഭിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ പുതിയ പാഠഭാഗങ്ങൾ ആവശ്യമുണ്ടെങ്കിലോ കമൻറ്റ് ചെയ്ത് അറിയിച്ചാൽ നമ്മളത് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കറിയിക്കാം. ഞാൻ മുരളീലാൽ, നിങ്ങളുടെ മാത്സ് ടീച്ചർ. നമുക്ക് ആദ്യം പരിചയപ്പെടാം എന്താണ് ഓർത്തോഗണൽ മെട്രിക്സ്. ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയുമ്പോൾ എ എന്നൊരു മെട്രിക്സ് ഉണ്ട്. ആ എ എന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, ട്രാൻസ്പോസ് കണ്ടുപിടിച്ചാൽ നമുക്കതിനെ എഴുതാം എ ഇൻറ്റു എ ട്രാൻസ്. അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ ട്രാൻസ്. മെട്രിക്സും അതിൻ്റെ ട്രാൻസ്പോസിൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ എന്തായി വരണം? ആയി വരണം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഓർത്തോഗണൽ മെട്രിക്സ് എപ്പോഴും ഒരു സ്ക്വയർ മെട്രിക്സിലായിരിക്കും ഉണ്ടായിരിക്കുക. സ്ക്വയർ മെട്രിക്സ് അല്ലെങ്കിൽ അത് ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഐ കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. എന്താണ് ഐ എന്ന് പറയുന്ന മെട്രിക്സ്? എന്താണ് ഐഡൻറ്റിറ്റി മെട്രിക്സ്? അതെങ്ങനെയായിരിക്കും? 1 0 0 0 1 0 0 0 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഡയഗണൽ എലിമെൻറ്റ്സ് 1 ആയിരിക്കുകയും ബാക്കി എല്ലാ എലിമെൻറ്റ്സും 0 ആണെങ്കിൽ നമ്മളതിനെ ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് വിളിക്കും. അപ്പം ഒരു മെട്രിക്സും അതിൻ്റെ ട്രാൻസ്പോസും ആയി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ എ എന്ന മെട്രിക്സിനെ നമ്മൾ ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയും. ഇനി എന്താണ് ട്രാൻസ്പോസ്? ഉദാഹരണത്തിന് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ എന്നൊരു മെട്രിക്സ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ട്രാൻസ്പോസ് എന്തായിരിക്കും? ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ എന്ന മെട്രിക്സിൻ്റെ റോ ആയ എ ബി സിയെ നമ്മൾ കോളമായിട്ട് എഴുതും, അതായത് താഴോട്ട് എഴുതും, എ ബി സി. അതുപോലെ അടുത്ത റോ എന്താണ്? ഡി ഇ എഫ്. അതിന് നമ്മൾ എന്ത് എഴുതും? കോളമായിട്ട് എഴുതും, ഡി ഇ എഫ്. അടുത്ത മെട്രിക്സ് അടുത്ത റോ എന്താണ്? ജി എച്ച് ഐ. നമ്മൾ എന്ത് എഴുതും? കോളമായിട്ട് എഴുതും, ജി എച്ച് ഐ. ഇങ്ങനെ എഴുതുന്ന മെട്രിക്സാണ് ട്രാൻസ്പോസ് മെട്രിക്സ് എന്നുള്ളത് നിങ്ങൾ ഹയർ സെക്കൻഡറിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടിൻ്റെയും പ്രോഡക്റ്റ് എന്തായിരിക്കണം? ആൾവേസ് ഐ ആയിരിക്കണം എന്നുള്ളതാണ് ഓർത്തോഗണൽ മെട്രിക്സിൻ്റെ കണ്ടീഷൻ. ഇനി എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ഐ, അല്ലെങ്കിൽ എന്താണ്? എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഐ. ഏതെങ്കിലും ഒന്ന് നമുക്ക് തെളിയിച്ചാൽ മതി. ഒന്നുകിൽ എ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്നുള്ളത് ഐ ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ എ ട്രാൻസ്പോസ് ഇൻറ്റു എ എന്നുള്ളത് ഐ ആയിരിക്കണം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ഐ എന്ന നിലയിൽ ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഒരു മെട്രിക്സ് ഓർത്തോഗണലാണെങ്കിൽ, ഈ മെട്രിക്സ് ഓർത്തോഗണലാണെങ്കിൽ അതിൻ്റെ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ട്രാൻസ്പോസ് ആയിരിക്കും. ഒരു മെട്രിക്സ് ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എ ട്രാൻസ്പോസ്. എന്താണ് ഇൻവേഴ്സ്? എ ഇൻറ്റു എ ഇൻവേഴ്സ്. എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഐ ആയിരിക്കും, ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും. ഇവിടെ അത് തന്നെയാണ്, എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു ഐ. അപ്പോൾ ഇവിടെ എന്താണ്? എ ഇൻവേഴ്സിൻ്റെ സ്ഥാനത്ത് എ ട്രാൻസ്പോസ് വന്നു. അപ്പം നമുക്ക് പറയാം എ ട്രാൻസ്പോസും എ ഇൻവേഴ്സും തുല്യമാണ്. അപ്പോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അതിൻ്റെ ട്രാൻസ്പോസ് കണ്ടാൽ മതി. എപ്പോഴും ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്ന് പറയുകയോ നമ്മളാണെന്ന് തെളിയിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തോഗണൽ മെട്രിക്സിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് ചെയ്യാം. 2-3 ചോദ്യങ്ങൾ ഞാനിവിടെ ചെയ്ത് കാണിച്ചു തരാം.
ഒരു ചോദ്യം നിങ്ങൾക്ക് ഹോംവർക്കായിട്ടും തരുന്നുണ്ട്. അത് ചെയ്ത് നിങ്ങൾ ഉത്തരം കമൻറ്റ് ചെയ്യാൻ താല്പര്യപ്പെടും. അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം. Show that the matrix A cos theta sin theta minus sin theta cos theta is orthogonal. ഈ മെട്രിക്സ് ഓർത്തോഗണൽ ആണെന്ന് പറയണം. ഇനി സൈൻ തീറ്റ കോസ് തീറ്റ എന്തായാലും നമുക്ക് എന്ത് കിട്ടണം? ഓർത്തോഗണൽ ആണെങ്കിൽ എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഷുഡ് ബി ഐ. എ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? എ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഐ. ഇവിടെ എന്താണ്? 2/2 മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്കതിനെ എഴുതാം I2 എന്ന് എഴുതാം, അല്ലേ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കുക എ എന്താണ്? കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഇത് മെട്രിക്സ് എ ആണ്. ഇൻറ്റു ഇതിൻ്റെ ട്രാൻസ്പോസ് എന്താണ്? ഈ റോ മെട്രിക്സിനെ കോളമായിട്ട് എഴുതാം. അപ്പം നമുക്ക് കോസ് തീറ്റ സൈൻ തീറ്റ താഴെ വരും. ഈ റോ മെട്രിക്സ് അതായത് മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ ഇവിടെ വരും. അപ്പം ഷോ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം? നമുക്ക് കിട്ടേണ്ടത് എന്താണ്? 1 0 0 1 എന്ന മെട്രിക്സ് നമുക്ക് ലഭിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ഈ മെട്രിക്സ് ഓർത്തോഗണലാണ്. നമുക്കിനി മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ അറിയാമെന്ന് വിചാരിക്കുന്നു. മൾട്ടിപ്ലിക്കേഷൻ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്താണ്? കോസ് തീറ്റ ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, അങ്ങനെയാണ് എലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ. ദെൻ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലിമെൻറ്റ് സൈൻ തീറ്റ ആൻഡ് ദിസ് സെക്കൻഡ് എലിമെൻറ്റ് സൈൻ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ. സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ. അപ്പം നമുക്ക് ഫസ്റ്റ് എലിമെൻറ്റ് കിട്ടി. ഇനി എന്താണ്? കോസ് തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ. അപ്പോൾ മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ എന്ന് നമുക്ക് കിട്ടും. പ്ലസ് ഇനി എന്താണ്? സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ കോസ് തീറ്റ. അഗെയിൻ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം ഫസ്റ്റ് റോ. സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്താണ്? മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ ദെൻ കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. Again first this minus sin theta into minus sin theta, minus into minus plus sin theta into sin theta sin square theta plus cos theta into cos theta cos square theta. അപ്പോൾ നമുക്കറിയാം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ എന്താണ്? 1 ആണ്. മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ സൈൻ തീറ്റ ക്യാൻസലായി പോവും. അപ്പോൾ അവിടെ എന്ത് കിട്ടും? 0 കിട്ടും. ഇവിടെയും മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് കോസ് തീറ്റ സൈൻ തീറ്റ ക്യാൻസലായി പോവും. അവിടെ എന്ത് കിട്ടും? 0 കിട്ടും. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1. അപ്പം നമുക്ക് പറയാം therefore മെട്രിക്സ് A is orthogonal matrix. Orthogonal matrix. ഇതൊരു ചെറിയ പ്രോബ്ലമാണ്, എല്ലാവർക്കും അറിയാവുന്ന പ്രോബ്ലമാണ്. നമുക്കിനി ഓരോന്നായിട്ട് അടുത്ത കണക്കിലോട്ട് കിടക്കാം. ഷോ ദാറ്റ് ഇതിപ്പോൾ ഇതും ഷോ ചെയ്യണം. എ ഈസ് ഈക്വൽ ടു 1/3 മൈനസ് 2 1 2 2 2 1 1 മൈനസ് 2 2 ഈസ് ഓർത്തോഗണൽ. ഇത് ഓർത്തോഗണലാണെന്ന് പ്രൂവ് ചെയ്തിട്ട് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. നമുക്ക് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് അറിയാമല്ലോ. അപ്പം നമുക്ക് എന്തായാലും മൾട്ടിപ്ലൈ ചെയ്യാം. ആദ്യം എന്താണ്? എ എഴുതാം. 1/3 ഇൻറ്റു മൈനസ് 2 1 2 2 2 1 1 മൈനസ് 2 2. ഇനി എന്താണ്?
എ ട്രാൻസ്പോസ്. അപ്പോൾ 1/3 മാറ്റമൊന്നുമില്ലല്ലോ. 1/3 ഇൻറ്റു ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളമായിട്ട് എഴുതുക. അപ്പോൾ എന്ത് കിട്ടും? -2 1 2. സെക്കൻഡ് റോയെ സെക്കൻഡ് കോളമായിട്ട് എഴുതുക. 2 2 1. തേർഡ് റോയെ തേർഡ് കോളമായിട്ട് എഴുതുക. 1 -2 2. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം എന്താണ്? 1/3 ഇൻറ്റു 1/3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടി? 1/9. ഇത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ്. -2 ഇൻറ്റു -2 +4 പ്ലസ് 1 ഇൻറ്റു 1 1 പ്ലസ് 2 ഇൻറ്റു 2 4. Again -2 into 2 -4 plus 1 into 2 2 plus 2 into 1 plus 2. Again -2 into 1 -2 plus 1 into -2 is equal to -2 plus 2 into 2 is equal to. Next, second row, first column, 2 into -2 -4 plus 2 into 1 2 plus 1 into 2 2. Again 2 into 2 is equal to 4 plus 2 into 2 is equal to 4 plus 1 into 1 is equal to 1. Again 2 into 1 is equal to 2 plus 2 into -2 -4. 1 into 2 is equal to 2 plus 2. Again 1 into -2, third row, first column. 1 into -2 is equal to -2 plus -2 into 1 is equal to -2 plus 2 into 2 is equal to 4. Again 1 into 2 is equal to 2 plus -2 into 2 is equal to -4 plus 2 into 1 is equal to 2. 1 into 1 is equal to 1 plus -2 into -2 is equal to +4. 2 into 2 is equal to 4. അപ്പോൾ നമുക്ക് എഴുതാം 1/9 into 4 plus 4 plus 1 is equal to 5. 5 plus 4 is equal to 9. Here -4 plus 4 0. Here -4 plus 4 0. Here +4 -4 0. 4 plus 4 8 plus 1 9. 2 plus 2 4. 4 minus 4 0. Similarly here 0 0 1. ഇനി എന്ത് ചെയ്യണം? നമുക്ക് 1/9 കൊണ്ട് അകത്ത് മൾട്ടിപ്ലൈ ചെയ്യാം. അകത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9 ഡിവൈഡ് ബൈ 9 ഇൻറ്റു 1/9 ഈസ് ഇക്വൽ ടു 1. 0 ഡിവൈഡ് ബൈ 9 0 0 0 1 0. സോറി ഇത് 9 0 0 1. So this therefore A is orthogonal matrix. Orthogonal matrix. Clear? Then what is A inverse? A inverse is equal to, this is the A inverse. This part is A inverse. That is equal to 1/3 into -2 2 1 1 2 -2 2 1 2. This is the final answer. Clear? So നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് അനിവാര്യമാണ്. താങ്ക് യു.
Next, determine the value of ABC when 0, 2BC, AB minus C, A minus BC is orthogonal. The given matrix is orthogonal, then find the value of ABC. തന്നിരിക്കുന്ന മെട്രിക്സ് ഓർത്തോഗണലാണ്. അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും സിയുടെയും വില കണ്ടുപിടിക്കുക. അപ്പം ഓർത്തോഗണൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ എന്തായിരിക്കുമെന്ന് ഇത്ര കിട്ടണം. അത് നമുക്ക് എഴുതാം. 0 എ എന്ന മെട്രിക്സ് ആദ്യം 0 2B C A B minus C A minus B C മെട്രിക്സ് എഴുതി ഇൻറ്റു അടുത്ത് എന്താണ് എഴുതേണ്ടത്? ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതണം. ട്രാൻസ്പോസ് എന്താണ്? ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളമായിട്ട് എഴുതണം. 0 2B C A B C A B minus C A minus B C. അപ്പോൾ ഇതെന്തായിരിക്കണം? ഇതേ ഈ മെട്രിക്സ് ആയിരിക്കണം. എങ്ങനെ ആയിരിക്കണം? 1 0 0 0 1 0 0 0 1 എന്ന മെട്രിക്സ് ആയി കിട്ടണം. അപ്പോൾ നമുക്ക് കിട്ടി. ഇത് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എയുടെയും ബിയുടെയും സിയുടെയും വില കണ്ടുപിടിക്കാൻ പറ്റും. മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലേ പറ്റും. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. എന്താണ്? 0 × 0 0 2B × 2B 4B square 4B square C × C plus C square. Then 0 × A 0 2B × 2B 4B square C × minus C minus C square. Clear? Then 0 × A 0 2B × minus B minus 2B square C × C plus C square. Then next A × 0 0 B × 2B is equal to 2B square 2B square minus C square. Then A × A is equal to A square B × B is equal to B square minus C × minus C is equal to plus C square. Last A × A is equal to A square B × minus B is equal to minus B square minus C × C is equal to minus C square. Next A × 0 is equal to 0 minus B × minus 2B minus 2B square plus C square. Again A × A is equal to A square minus B × B is equal to minus B square C × minus C is equal to minus C square. Again A × A is equal to A square minus B × minus B is equal to plus B square C × C is equal to C square. ഇത്രയും വാല്യൂസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? കമ്പയർ ചെയ്യണം. ഈ ഐയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം എന്ത് കിട്ടും? ഓരോന്നായിട്ട് കമ്പയർ ചെയ്യാം. 4B square plus C square 4B square plus C square is equal to 1. ഫസ്റ്റ് എലിമെൻ്റ് ആണല്ലോ. സെക്കൻഡ് എലിമെൻ്റ് ഏതാണ്? 4B square minus C square is equal to 0. അപ്പോൾ നമുക്ക് ഇവിടുത്തെ എന്ത് കിട്ടി? 4B square is equal to second element
സോറി ഇത് 2b² ആണ്. അപ്പോൾ എല്ലാം 2b² ഇവിടെ പറയാം. 2b². a into a 0 into 0 2b into b is equal to 2b². c into minus c is equal to c². 2ന് പകരം 4 2b² അല്ലേ. അപ്പം നമുക്കിവിടെ എന്ത് എഴുതാം? 2b² is equal to c². അപ്പോൾ ഈ c² പകരം നമുക്ക് ഇവിടെ c² എഴുതാം, ഇവിടെ 2b² എഴുതാമല്ലോ. അപ്പം നമുക്ക് എഴുതാം 4b² പ്ലസ് c² എത്രയാണ്? 2b² ഈസ് ഈക്വൽ ടു 1. 4b² പ്ലസ് 2b² എത്രയാണ്? 6b² ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബി കിട്ടി. ബി എന്താണ്? പ്ലസ് ഓർ മൈനസ് √1/6. പ്ലസ് ഓർ മൈനസ് √1/6. ഇനി നമുക്കെന്താണ്? ബിയുടെ വില കിട്ടി. ഇനി അപ്പോൾ എന്താണ്? സിയുടെ വില എന്താണ്? അപ്പോൾ c² ഈസ് ഈക്വൽ ടു c² ഈസ് ഈക്വൽ ടു 2b² അല്ലേ. 2 ഇൻറ്റു b². ബി എന്ന് പറയുന്നത് √1/6 ആണെങ്കിൽ b² എന്താണ്? 1/6. ദാറ്റ് ഈസ് ഈക്വൽ ടു 3. സോ c ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √1/3. അടുത്ത ആൻസർ കിട്ടി. ഇനി ഏത് കണ്ടുപിടിക്കണം? എ കണ്ടുപിടിക്കണം. എ നമുക്കെടുത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് എ ഇവിടുന്ന് എടുക്കാം. എന്താണ്? a² മൈനസ് b² മൈനസ് c² ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ കറസ്പോണ്ടിങ് എലിമെൻ്റ് ആരാണ്? 0 ആണ്. 0. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടും? a² ഈസ് ഈക്വൽ ടു b² പ്ലസ് c². b² പ്ലസ് c². നമുക്ക് ബിയും സിയും വില അറിയാമല്ലോ. അപ്പോൾ a² ഈസ് ഈക്വൽ ടു b² എന്ന് വെച്ചാൽ 1/6 പ്ലസ് c² എന്ന് പറഞ്ഞാൽ 1/3. ദാറ്റ് ഈസ് ഈക്വൽ ടു 9/18. 9/18 മീൻസ് 1/2. അപ്പോൾ എ എത്രയാണ്? എ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √1/2. അപ്പം നമുക്ക് എ കിട്ടി, ബി കിട്ടി, സി കിട്ടി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത ചോദ്യം. ഇഫ് എ ഈസ് ഈക്വൽ ടു 1/3 മെട്രിക്സ് 1 to a 2 1 b -2 -2 c ഈസ് ഓർത്തോഗണൽ. നേരത്തെ ചെയ്തതിൻ്റെ കുറച്ചുകൂടെ എളുപ്പമുള്ള ചോദ്യമാണിത്. അപ്പോൾ നമുക്കാദ്യം ഓർത്തോഗണൽ കണ്ടുപിടിക്കാം. എ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/3 ഇൻറ്റു 1 2a 2 1b -2 -2c. അതിന് എന്താണ്? ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. 1/3 ഇൻറ്റു 1 2a 2 1b -2 -2z ഈസ് ഈക്വൽ ടു 1/9 ഇൻറ്റു, ഞാനിവിടെ 1 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 1 പ്ലസ് 2 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 4 പ്ലസ് a ഇൻറ്റു a ഈസ് ഈക്വൽ ടു a². ഇവിടെ എല്ലാം ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല, ഡയഗണൽ എലിമെൻറ്റ്സ് മാത്രമേ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ശ്രദ്ധിച്ചോളൂ. 2 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു സെക്കൻഡ് റോ സെക്കൻഡ് കോളം. 2 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 4 പ്ലസ് 1 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 1 പ്ലസ് b ഇൻറ്റു b ഈസ് ഈക്വൽ ടു b². അടുത്തത് -2 ഇൻറ്റു -2 4 പ്ലസ് -2 ഇൻറ്റു -2 4 c ഇൻറ്റു c ഈസ് ഈക്വൽ ടു c². എന്താണ്? 2 ഇൻറ്റു 2 1 2a 2 1b 2 -2c. ഡയഗണൽ എലിമെൻറ്റ്സ് ആണല്ലോ. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാം. 1 + 4 എത്രയാണ്? 5. 5 + a² വാല്യൂ എത്രയാണ്? 1, വിച്ച് ഇംപ്ലൈസ്
എ സ്ക്വയർ ഈസ് ഈക്വൽ ടു സോറി ഇവിടെ ഒരു 9 ഉണ്ടല്ലോ, 1/9 ഉണ്ടല്ലോ, ഡിവൈഡ് ബൈ 9. എ സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 മൈനസ് 5. 9 മൈനസ് 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. എ ഈസ് ഈക്വൽ ടു 4 മൈനസ് 2. ക്ലിയർ? അടുത്തത് 4 പ്ലസ് 1 5. 5 പ്ലസ് ബി സ്ക്വയർ divided by 9 is equal to 1. Similar manner coming, so we can write b is equal to plus or minus 2. Plus or minus 2. Again, 4 plus 4, 8. 8 plus c square is equal to, by divided by 9 is equal to 1. c square is equal to 9 minus 9 cross multiply minus 8 is equal to c is equal to പ്ലസ് ഓർ മൈനസ് 1. അപ്പോൾ സി കിട്ടി, എ കിട്ടി, ബി കിട്ടി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇനിയുള്ളൊരു ചോദ്യം തന്നിട്ടുണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും എ ഇൻവേഴ്സും ഓർത്തോഗണലും കണ്ടുപിടിക്കാൻ, ഇത് ഓർത്തോഗണൽ ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എ ബി സി കണ്ടുപിടിക്കുക, എന്നിട്ട് എ ഇൻവേഴ്സും കണ്ടുപിടിക്കുക. നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.